ഹായ് എവരിവൺ, മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അൽഫാം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അൽഫാം സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണത്. സോ ലെറ്റ്സ് സീ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ വലിയ പീസായി കട്ട് ചെയ്ത ശേഷം അതിനെ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം. ഈ മസാല കൂട്ടിനായിട്ട് ബേ ലീവ്സ്, കുരുമുളക്, ഡ്രൈ ലെമൺ, മല്ലി, കറുകപ്പട്ട, ഗ്രാമ്പു, ജീരകം, ഉണക്കമുളക് ഇതെല്ലാം നമ്മൾ എടുത്ത് റെഡിയാക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ചെറുള്ളി ഇതെല്ലാം എടുത്ത് റെഡിയാക്കാം. ആദ്യം എടുത്തു വെച്ച മസാലക്കൂട്ട് നമുക്കിനി ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇത് ചൂടായ ശേഷം നമുക്കത് ഇറക്കി വെക്കണം. അടുത്തായിട്ട് നമ്മൾ രണ്ടാമത് എടുത്തു വെച്ച ഐറ്റംസ് എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ മസാലക്കൂട്ടും ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഗ്രൈൻഡ് ചെയ്ത രണ്ട് ഐറ്റംസ് കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നാരങ്ങ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ സ്പൈസിക്ക് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് നമുക്ക് എരിവിന് ആവശ്യത്തിനായിട്ട്. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബാക്കിയുള്ള റെഡിയാക്കാം. ഇനി ആദ്യമേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ കത്തി വെച്ച് വരഞ്ഞെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത ചിക്കൻ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലക്കൂട്ടിൽ മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 hours എങ്കിലും നമ്മൾ ഇത് മാറ്റി വെക്കണം. എന്നാലാണ് ആ മസാല എല്ലാം ശരിക്കും പിടിക്കുകയുള്ളൂ. അടുത്തായിട്ട് ഇനി നമുക്ക് ചാർക്കോൾ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അങ്ങനെ നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് കോണെല്ലാം ചുട്ടെടുക്കാം ആസ് എ സ്റ്റാർട്ടർ. അങ്ങനെ നമ്മുടെ കോണെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് അത് ഗ്രില്ലിൽ വെച്ച് റെഡിയാക്കാം. ഇത് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് ഗ്രില്ലായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ നമ്മുടെ സ്പൈസി അൽഫാം റെഡിയായി. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.